ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു 4 മണിക്കൂറിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ലൈവിലെ അപ്ഡേറ്റുകളാണ് ഞാൻ ഇപ്പം പറയുന്നത്. അപ്പോൾ രാവിലെ തൊട്ടേ ഷാനവാസിൻ്റെ തലയ്ക്ക് കിളി പാറിയിരിക്കുകയാണ്. ഷാനവാസിന് തീ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വേറൊന്നുമല്ല, കിച്ചണിൽ രാവിലെ തന്നെ ലക്ഷ്മി വരുന്നു, കുറേ ചൊറയുണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് റന ഫാത്തിമ വരുന്നു. ക്ലീനിങ്ങുമായിട്ട് വരുന്ന സമയത്ത് റന ഫാത്തിമയായിട്ട് സംസാരം ഉണ്ടാവുന്നു. അപ്പോൾ ഈ റന ഫാത്തിമയായിട്ട് സംസാരം ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഈ ലക്ഷ്മി അവിടെ നിന്ന് ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഷാനവാസ് പറയുന്നു, കൊണ്ടുവയ്ക്കടേ പിച്ചാത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കടന്നിട്ട് പിന്നെയും സംസാരമാവുന്നുണ്ട്. എടീന്ന് വിളിക്കാൻ നീ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ വിളിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടന്നിട്ട് ഭയങ്കര സംസാരമായിരുന്നു. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ലൈവിൽ മൊത്തം ഒന്ന് കിച്ചൺ ഏരിയയിലായിരുന്നു. രാവിലെ മൊത്തം കിച്ചൺ ഏരിയ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള ആപ്പിൾ വരുന്നു, ഒരു 38 ആപ്പിൾ വരുന്നതിൽ നിന്ന് ഒരു 3-4 ആപ്പിൾ അതിൽ നിന്ന് മിസ്സാവുന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിവിൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, പിന്നെ ആര്യൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആര്യൻ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ആര്യൻ എടുക്കുന്നത് ഷാനവാസ് അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പം ഷാനവാസിനെ കണ്ടിട്ട് ആര്യൻ അത് കൊണ്ടുവയ്ക്കുന്ന പോലെ കാണിക്കുന്നു. ഷാനവാസ് അങ്ങോട്ട് തിരിയുന്ന സമയം കൊണ്ട് വീണ്ടും അത് എടുത്തുകൊണ്ട് ആര്യൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഷാനവാസ് അവിടെ എല്ലായിടത്തും പറയുന്നുണ്ട്, ഇതൊക്കെ തരേണ്ട സമയത്ത് തരും, ഇങ്ങനെ മോഷണം കാണിക്കുന്നത് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും അവിടെ കടന്നിട്ട് ഭയങ്കരമായിട്ട് ഷാനവാസ് സംസാരിക്കുമായിരുന്നു. ഇത് മോഷ്ടിച്ചെടുത്തുകൊണ്ട കാര്യമില്ല, തരേണ്ട കാര്യങ്ങൾ തരേണ്ട സമയത്ത് തരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ അനുമോള് പങ്കെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ആപ്പിൾ അനുമോള് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ ഷെയർ ആണെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഷാനവാസ് അറിയുന്നു. ഷാനവാസ് വന്നിട്ട് അനുമോൾ എടുത്ത് ചോദിക്കുന്നു, നീ എന്ത് പണിയാണ് ചെയ്ത്, നീ എന്തിനാ ആപ്പിൾ എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാൻ എൻ്റെ ഷെയർ അല്ലേക്കാ എടുത്തുകൊണ്ട് പോയത്, അപ്പം തരുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചോളാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ തോന്നിയതുപോലെ കാണിക്കാനുള്ളതല്ല, അന്നൊരു ഓറഞ്ച് എടുത്തപ്പോഴത്തേക്ക് ഇതേ അവസ്ഥയായിരുന്നല്ലോ സംഭവിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും അനുവും അങ്ങോട്ട് സംസാരം ഉണ്ടാകുന്നു. അപ്പം അനു പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു, ബാക്കി കിച്ചൺ ടീമിനോട് ഞാൻ ചോദിച്ചിട്ടാണ് എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ റൂമിലുണ്ടായിരുന്നു, നീ എന്താ അവിടെ വന്ന് നീ പറയാനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട്, അങ്ങനെ റൂമിൽ വന്ന് പറയേണ്ട കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ രണ്ടും കൂടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിരുന്നു. അനുമോളുടെ കയ്യിൽ നിന്ന് ഷാനവാസ് ആപ്പിളൊക്കെ പകുതി മുറിച്ച് വെച്ചിട്ടുള്ള ആപ്പിളൊക്കെ തട്ടിപ്പറിച്ച് എടുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് നല്ല സംസാരം, രണ്ടുപേരും കൂടെ ഭയങ്കര ഫൈറ്റായിരുന്നു അവിടെ കിടന്നിട്ട്, അത് ആപ്പിളിൻ്റെ പേരും പറഞ്ഞിട്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ ഇത് ഇത്രയും സീനാക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഷാനവാസിൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊരു ആപ്പിൾ അവരവരെ ഷെയർ എടുത്തെങ്കിൽ പിന്നെ അവർ കൊടുക്കണ്ട, അവിടെ പ്രശ്നം തീർന്ന്. കാരണം അല്ലെങ്കിൽ ഇത്രയും ഒരു ഇതിലോട്ട് പോകത്തില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം ഷാനവാസിന് രാവിലത്തതും കൂടെ ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ കൺട്രോൾ മൊത്തം പോയിരിക്കുകയാണ്. എവിടെ എന്ത് നടന്നാലും പുള്ളി അതിനകത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതാണ് ഇന്നത്തെ ലൈവിൽ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാനവാസുമായിട്ടുള്ള ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് അപ്പാനെ എടുത്ത് ചെന്നിരുന്നിട്ട് അനുമോള് കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കിച്ചണിൽ ഞാൻ നിന്ന സമയത്ത് എങ്ങനെയായിരുന്നു, മനസ്സറിഞ്ഞ് കൊടുത്തിട്ടില്ലേ, നല്ലതുപോലെ ആഹാരം വിളമ്പി കൊടുത്തിട്ടുണ്ട്, അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിനും ഓരോ സാധനങ്ങൾ കുറവായിട്ട് പോലും ആവശ്യത്തിലധികം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എന്ത് നല്ലതുപോലെയാണ് ഞാൻ കിച്ചണിൽ നിന്നിട്ടത്, മനസ്സറിഞ്ഞാണ് കൊടുത്തിട്ടുള്ളതെന്നെല്ലാം ഈ അനുമോള് അപ്പാനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഇന്ന് കണ്ടില്ലേ രാവിലെ കറി തികഞ്ഞോ, അത് തികഞ്ഞോ, ഇത് തികഞ്ഞോ, ഇവരെന്താണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് ഇത് കേട്ടോണ്ട് വന്നിട്ട്, എന്തുവാടേ ഉള്ളതൊക്കെ കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടൂടെ എന്ന രീതിയിൽ ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് അവിടെ ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ക്യാപ്റ്റൻ, ഒന്നെങ്കിൽ ഈ ഒരു ടീം ഒന്ന് ചേഞ്ച് ചെയ്തിക്കുക, മടുത്ത് രാവിലെ തൊട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടുന്ന് തലയിൽ കൈവച്ചുകൊണ്ട് പുള്ളിക്കാരൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷാനവാസിന് ഇഷ്ടമാണ്, ഷാനവാസിൻ്റെ ഗെയിമൊക്കെ ഇഷ്ടമാണ് പേഴ്സണലി. പക്ഷേ ഇവിടെ കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഷാനവാസ് അവിടെ ഒരു പണിയും ചെയ്യുന്നില്ല. പുള്ളി അവിടെ ഒരു തൂണ് പോലെ നിൽക്കുവാണ്. കാരണം അവിടെ നിന്ന് എല്ലാം ഒരു ഇതുണ്ടല്ലോ, ഒരു രാജാവ് പ്രജകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ് ഞാൻ ലൈവിൽ കാണുന്നത്. നിങ്ങൾ ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പേഴ്സണലി ഷാനവാസിന് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തോട് പുള്ളി അവിടെ അധികം പണിയൊന്നും എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പുള്ളി എല്ലാം ഒന്ന് ഇത് ചെയ്യുമായിട്ട് ഒന്ന് എല്ലാവരും നമ്മളില്ല മുതലാളിത്തം കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതുപോലെയാണ് പുള്ളി അവിടെ നിന്ന് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വെസൽ ടീമിലും പൂരാതി അടി കിടക്കുവാണ്. വേറൊന്നുമല്ല, അനീഷും ജിസയിലും ആര്യനും തമ്മിലാണ്. അപ്പോൾ അനീഷാണ് മെയിനായിട്ട് അനീഷിൻ്റെ പ്രശ്നം. അനീഷാണ് അവിടെ വിഷയം ഉണ്ടാക്കുന്നത്. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പാത്രം കഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം ഇന്നിപ്പം അനീഷ് രാവിലെ കഴുകുവാണെങ്കിൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക്, അതിൻ്റെ അടുത്ത ദിവസം വൈകിട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് അനീഷിന് പാത്രം കഴുകുന്ന ജോലി. അപ്പോൾ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിൻ്റെ ടേൺ ആവുന്ന സമയത്ത്, പാത്രം കഴുകുന്ന ടേൺ ആവുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല, ഒരു ലോഡ് പാത്രങ്ങളാണ് അവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലോഡ് പാത്രങ്ങളാണ്
അനീഷ് കഴുകിയിട്ടുള്ളത്. എന്നാൽ ഈ ജിസേലോ ആര്യനോ കഴുകുന്ന സമയത്ത് അത്രയും പാത്രങ്ങളില്ല. അപ്പം അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പാത്രങ്ങൾ എവിടെയൊക്കെയോ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് അനീഷിന്റെ ടേൺ വരുന്ന സമയത്ത് ഇത് അനീഷിന് കൊണ്ടിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പം അതിനെതിരെ ഈ ആര്യൻ ദേഷ്യപ്പെടുന്നുണ്ട്, നല്ല രീതിയിലാണ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, ജിസേൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്റെ പാത്രം പോലും ജിസേലാണ് അവിടെ കഴുകി കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ വരുന്നു. ക്യാപ്റ്റൻ വന്നിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്നു. ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും കൂടെ 3 പേരും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കഴിയും, അപ്പം പ്രശ്നമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ആ പ്രശ്നം സോൾവ് ആവുന്നത്. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗസ്റ്റായിട്ട് രമ്യയും ജസ്റ്റിനൊക്കെ വരുന്നുണ്ട്. അപ്പം ഓൾറെഡി ബിഗ് ബോസ് അത്തപ്പൂക്കളം ഇടാനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതുതായിട്ട് വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർക്ക് ഡ്രസ്സ് കൊടുത്തിട്ടില്ല, അവർ ആ വേഷത്തിൽ തന്നെയാണ് നിന്നിരുന്നത്. അപ്പം ജസ്റ്റിനും രമ്യയും വരുന്ന സമയത്ത് ബിഗ് ബോസ് അവർക്കൊരു ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട്. അക്ബറാണ് പാടുന്നത്. പിന്നെ ഒനീൽ സാബുവിൻ്റെ ഒരു ലൈം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ട് അവിടെ വന്നിരുന്ന് പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുവാണ്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കണ്ടസ്റ്റൻസ് മത്സരാർത്ഥികൾ അവരെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുക. 1 മിനിറ്റിൽ കൂടുതൽ പോകാനും പാടില്ലെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നു. അതിനകത്ത് അനീഷാണ് ആദ്യം വരുന്നത്. അനീഷ് വന്നിട്ട് 1 മിനിറ്റിൽ കൂടുതൽ അനീഷിന് പറയാനുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ. അപ്പം 1 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു മതി ഇനി പറയണ്ട, സ്റ്റോപ്പ് ചെയ്യ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് കുറച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പം സമ്മതിച്ചില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് പറയാനുള്ള അവസരം കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ടാസ്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴിഞ്ഞ്. അപ്പം ഈ ടാസ്കിൽ വിജയിക്കുന്ന 2 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ വന്ന ഗസ്റ്റിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് റെന ഫാത്തിമയാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇത് പറഞ്ഞിട്ടുള്ളത് ഓണവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ റെന ഫാത്തിമയാണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വേറൊന്നുമല്ല, ഇപ്പോൾ റെന ഫാത്തിമ ഇപ്പോൾ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണം ആഘോഷിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് പ്രൈസ് കൊടുത്തു. പുള്ളിക്കാരിയെ വിൻ ചെയ്തു. പ്രൈസ് അല്ല, പുള്ളിക്കാരി അതിൽ നിന്ന് സെലക്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗസ്റ്റ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നു. വേറെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി ലൈവിൽ മൊത്തം മസ്താൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചെന്നിട്ടും ആ ഒരു വിഷയം മസ്താനിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കട്ടക്കലിപ്പിലാണ് രേണുസുതി. അപ്പം ഇന്നലെ മസ്താനി വന്ന സമയത്ത് തന്നെ രേണുസുതി എടുത്തിട്ട് കുടഞ്ഞായിരുന്നു. എപ്പോഴും സുധിച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. ബിഗ് ബോസിലോട്ട് വന്ന സമയത്ത് വരെ സുധിച്ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിലോട്ട് കാലെടുത്ത് വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രേണുസുതിയെ മസ്താനി നാണം കെടുത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും രേണുസുതിക്ക് വിട്ടിട്ടില്ല. അപ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ടും ഇതേ വിഷയം തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രവീണിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് മസ്താനി വന്നിട്ടുള്ളത്, എന്തിനാണ് എന്നോട് ഇതിങ്ങനെ നിൽക്കുന്നതെന്ന് പ്രവീണിൻ്റെ അടുത്ത് രേണുസുതി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമില്ല, എൻ്റെ സുധിച്ചേട്ടൻ്റെ കാര്യമില്ലേ സംസാരിക്കുന്നത്, അതിലെന്താണ് ഈ മസ്താനിക്ക് കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രവീൺ പറയുന്നുണ്ട് ശരിയായിരിക്കും, പക്ഷേ ഇത് ജനങ്ങളും ഇവിടെ ഉള്ള കണ്ടസ്റ്റൻസും മറ്റുള്ള ആൾക്കാരും ഇതൊരു ഗെയിം പ്ലാൻ ആയിട്ടായിരിക്കാം ചിലപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളിത് ടാർഗറ്റ് ചെയ്ത് മസ്താനി സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുക്കാനുള്ള ഭാഗമായിട്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ രേണുസുതി പറയുന്നുണ്ട്, ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു ടോപ്പിക്ക് ഒരു സംസാരം കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊരിഞ്ഞ അടി അവിടെ നടക്കുവാണ് ലൈവിൽ. വേറൊന്നുമല്ല, ബിഗ് ബോസ് പണിപ്പുര ടാസ്ക് കൊടുക്കുന്നുണ്ട്. പണിപ്പുര ടാസ്കിൻ്റെ ഇടയ്ക്ക് ഈ ആര്യനും കഴിഞ്ഞ ദിവസം വൈൽഡ് കാർഡായിട്ട് കയറിയിട്ടുള്ള പ്രവീണും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. അപ്പം ആര്യൻ എന്തോ പറയുന്ന ഒരു ഇത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് കാർഡിനെ പറ്റിയിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. അപ്പം പ്രവീൺ പറയുന്നുണ്ട്, വൈൽഡ് കാർഡുകളെ പറ്റിയിട്ട് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടായിട്ടുള്ളത്, വൈൽഡ് കാർഡായിട്ട് കയറിയിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യം. ആര്യനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല, അതുപോലെ പ്രവീണും വിട്ടുകൊടുക്കുന്നില്ല. അപ്പം പ്രവീൺ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്താണ് കാണിക്കുന്നത്, നീ ഇവിടെ എന്ത് കണ്ടന്റാണ് കൊടുക്കുന്നത്, നീ കാണിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ടാന്ന് പറഞ്ഞിട്ട് നീ പുതപ്പിനടി കയറി കിടക്കില്ലടാ, പുതപ്പിനടി കയറി കിടന്ന് കാണിക്കുന്ന പരിപാടികളെല്ലാം ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞിട്ട്
പ്രവീൺ അവിടെ കടന്നിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, നീ എന്തുവാടാ പറയുന്നത്, എന്ത് തോന്നിയ ദിവസമാണ് പറയുന്നത്, നീ എന്നെയും ജിസേലിനെ ഉദ്ദേശിച്ചല്ലോടാ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടന്നിട്ട് അങ്ങ് സംസാരമാണ്. അങ്ങനെ മസ്താനിയും ഇതിൻ്റെ ഇടയ്ക്ക് പ്രവീണിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതപ്പിനടിയിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ പുതപ്പും പുതച്ച് കയറി കിടക്കുന്നതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പം ഇത് കേട്ടുകൊണ്ട് റെന വന്ന് മസ്താനി അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുവാണ് കണ്ടത്, ഞങ്ങൾ എന്താണ് കാണിച്ചത്, പുതപ്പ് പുതച്ച് കിടന്നിട്ടുള്ളത് എന്താണ് നിങ്ങൾ കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മസ്താനി റെനയടുത്ത് വീണ്ടും റെന ഫാത്തിമ അടുത്ത് പറയുന്നുണ്ട്, നീ ഉൾപ്പെടെയാണ് പുതപ്പിനകത്ത് കയറി കിടക്കുന്നതും പുതപ്പുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരിക്കുകയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് റെന ഉണ്ടല്ലോ പൊട്ടിക്കരഞ്ഞ് അലറി അങ്ങോട്ട് കരയുവാണ്. പുള്ളിക്കാരിയുടെ നിയന്ത്രണം അങ്ങ് വിട്ടുപോയി, അലറിയും കരയുവാണ്. ഇപ്പം ഇത് പുള്ളിക്കാരി ചിന്തിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവരിങ്ങനെ പുതപ്പിനടിയിലുള്ള ഒരു കാര്യം ഇങ്ങനെ എടുത്ത് പുതപ്പിനടിയിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഈ വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർ ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് ഇത് പോയിട്ടുള്ളത് വേറെ എന്തോ നെഗറ്റീവ് രീതിയിലാണ് പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇപ്പം ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഇപ്പം ജിസേൽ ആയിക്കോട്ടെ, ഇപ്പം റെന ഫാത്തിമ ആയിക്കോട്ടെ, പുതച്ചിട്ട് അവിടെ കിടക്കുന്നതാണ്. അപ്പം അതൊക്കെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് പോയിട്ടുള്ളതെന്നാണ് ഈ റെന ഫാത്തിമ വിചാരിച്ചിട്ടുള്ളത്. മാത്രമല്ല ജിസേലിന് കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസം 3-4 വട്ടമാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പുള്ളിക്കാരി ഇതൊക്കെ വെച്ചിട്ട് ഓൾറെഡി ഇപ്പം പുള്ളിക്കാരി വിവാഹം ഉറപ്പിച്ചു വെച്ചേക്കാണ്, ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് വെളിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ലൈഫിനെ ബാധിക്കും എന്നൊരു തോന്നൽ വന്നുകൊണ്ടായിരിക്കും പുറത്തുനിന്ന് എങ്ങനെയാണ് പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നത്, നെഗറ്റീവ് ആയതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറഞ്ഞത്. അതൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി നല്ല രീതിയിൽ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് കരയുവാണ്, അലറി കരയുവാണ്. എനിക്കിപ്പോൾ ബിഗ് ബോസിനോട് സംസാരിക്കണം, എനിക്കിപ്പം സംസാരിക്കണം, ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളിക്കാരി അവിടെ കടന്നങ്ങോട്ട് നിലവിളിച്ചങ്ങ് കരയുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒരു 3-4 മണിക്കൂറത്തെ കാര്യങ്ങൾ വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം സീ യു ഗൈസ്.